മ്യൂസീഷ്യൻസ് ആണ്. അതായത് നമുക്ക് കിട്ടാവുന്ന ലക്ഷ്യം എത്രയോ വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ലിജോ. കീബോർഡ് ലിജോയ്ക്ക് നല്ലൊരു കൈഡി കൊടുത്ത് പ്ലീസ്, നല്ലൊരു കൈഡി കൊടുക്കുക. അതേപോലെ നമ്മുടെ ടീം മാനേജറാണ്. എത്ര വർഷമായി ഇനി നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്? 15 വർഷമായി. നമ്മുടെ ഫ്ലവേഴ്സിലും 1 മുതലൊക്കെ നിങ്ങൾ കണ്ട മുഖം. ലിനു ചേട്ടൻ നല്ലൊരു കൈഡി കൊടുത്തേ. സിജു ഗിറ്റാറിസ്റ്റ്, സിജു നല്ലൊരു കൈഡി കൊടുക്കുന്നത്, അവർക്ക് ഫുൾ എനർജിയിൽ കൊടുക്കുക. എബിൻ ചാപ്പോ നല്ലൊരു കൈഡി കൊടുത്ത്. എബിൻ ഡ്രംസ്. അതേപോലെ ഡാൻസർ ചേട്ടൻ നല്ലൊരു കൈഡി. ബേസ് ഗിറ്റാർ സുമിത്തിന് നല്ലൊരു കൈഡി, നമ്മുടെ തബലിസ്റ്റ് സുമിത്. പിന്നെ സജാദ് സൗണ്ടിന് നല്ല കൈഡി കൊടുക്കുന്നു. പ്ലീസ് പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. സ്റ്റാർ സിംഗറിന്റെ കൂടെ വന്ന് പിന്നെ എന്താ ലോകമെമ്പാടും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. വെട്രിവേൽ എന്നാണ് അറിയപ്പെടുന്നത്. അതുമാത്രം ശ്രീനാഥ് കല്യാണം കഴിച്ചേക്കുന്നത് വലിയൊരു ഡയറക്ടർ സച്ചി സേതു കൂട്ടുകെട്ടുകളിലെ കല്യാണം കഴിച്ചേക്കുന്ന അമ്മായിച്ചന്റെ കാര്യം പറഞ്ഞത്. സച്ചി സേതു എന്ന് പറഞ്ഞ ഡയറക്ടേഴ്സിലെ അമ്മായിച്ചന്റെ പേര് പറയണ സേതു എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ മോളെയാണ് കല്യാണം കഴിച്ചേക്കുന്നത്. കുട്ടനാടൻ ബ്ലോഗ് എന്ന് പറഞ്ഞ സിനിമയിൽ സംഗീത സംവിധാനം നിർവഹിച്ചു. നല്ലൊരു കൈഡി കൊടുത്ത് നമ്മുടെ ശ്രീനാഥന്. ഇവനെ പറ്റി പറയാൻ ട്രിവാൻഡ്രംകാർക്ക് അറിയാം. ഇവന്റെ അമ്മ എന്ന് പറയുന്നത് മാധവൻ എന്നാണ് ശരിക്കും പേര്. പാച്ചു എന്നാണ് നമ്മളെല്ലാം വിളിക്കുന്നത്. പാച്ചുവിന്റെ അമ്മയുടെ പാട്ട്, പാച്ചുവിന്റെ അമ്മ പാച്ചുവിന്റെ പറഞ്ഞു വന്നപ്പോ എന്തോ വിലയല്ലേ. പാച്ചുവിന്റെ അമ്മ പാടിയ പാട്ട് അറിയത്തില്ലാത്ത ഒരു മലയാളിയില്ല. നല്ലൊരു കൈഡിയുടെ പ്രീത ചേച്ചിയുടെ സ്റ്റീഫന്റെ ഒക്കെ ഗ്രൂപ്പിലെ സ്ഥിര സാന്നിധ്യം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിന്റെ ഗ്രൂമറാണ്. അതിലുപരി താരക പെണ്ണാളേ ഈ പാട്ടിലെ ആ പാട്ട് പാടിയ ആളാണ് നമ്മുടെ ശ്യാമപ്രസാദ്. ഗംഭീര ഒരു കൈഡി കൊടുത്തേ. ഇത്ര നമ്മൾ ഒരു പിശുക്ക് കാണിക്കണം. പടപടേ എന്നൊരു കൈ അടിച്ചാൽ അത്ര ആരോഗ്യം കിട്ടും. ഈ സൈഡൊക്കെ ഒന്ന് മെലിഞ്ഞോണ്ടിരിക്കും. ഫാറ്റും പോകും. 2 മണിക്കൂർ നാളെ എന്ത് പറ്റി ഇങ്ങനെ മെലിയാൻ എന്ന് ചോദിക്കേണ്ടി വരും ആൾക്കാർ. അപ്പൊ നമ്മൾ മനസ്സറിഞ്ഞാൽ ആ രീതിയിൽ എം ജയന്ദ്രൻ സാറിന്റെ കൂട്ടത്തിൽ ജനി എന്ന് വെച്ചാൽ ഒരു സഹോദരനെ പോലെയാണ്. കാരണം അത്രയ്ക്കും എം ജയന്ദ്രൻ സാറിന്റെ എല്ലാ റെക്കോർഡിങ്സിലും ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ നിഖില് പാടിയ ഒരു പാട്ട് ഭയങ്കര ഹിറ്റ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ഏത് പാട്ടാന്ന് പാടി കൊടുത്തണം. ഒരു കൈഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇവരെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നു വെടിക്കെട്ട് പാട്ടുകളുടെ ഒരു മേളത്തോടുക. ഈ വെടിക്കെട്ട് പാട്ടുകളുടെ ഒരു താര രാജകുമാരനായിരുന്നു ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു വ്യക്തി. ആ വ്യക്തി പല കലാകാരന്മാര് നമ്മളോട് കൂടെ ഉണ്ടെങ്കിലും ഈ ദേഹം ഇച്ചിരി നേരത്തെ പോയാലും നമുക്ക് എല്ലാ മലയാളികൾക്കും ഒരുപാട് സങ്കടമുണ്ട്. എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഒരുപാട് സ്റ്റേജിൽ പാടാൻ പറ്റി. ഞാനൊക്കെ 16-17 വയസ്സിൽ തുടക്കം കുറിച്ചപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സിനിമാ നടനും ഒരു സ്റ്റേജ് പെർഫോമറും ആയിരുന്നു ഞാൻ ഈ പറയുന്ന ആൾ. ആരാണ്? നമ്മുടെ സ്വന്തം ഓടപ്പഴം പോലൊരു കുടപ്പുഴയാകെ ഓടപ്പഴം പോലൊരു ഓടപ്പുഴയാകെ അലഞ്ഞോനാടി ഓടപ്പഴം പോലൊരു ഓടപ്പുഴയാകെ അലഞ്ഞോനാടി അകാരണമായി ഞാൻ സ്നേഹിച്ച കാരണവും എന്നെ പിരിഞ്ഞു നീ പോയില്ലേ. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിനെ
കുടകുടയാതെ അലഞ്ഞോരാണേ കുടകുടയാതെ അലഞ്ഞോരാണേ കുടകുടയാതെ അലഞ്ഞോരാണേ കുടകുടയാതെ അലഞ്ഞോരാണേ